എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു ചെറിയ സന്ദേശവും ആയി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ വലിയവനായ ദൈവം എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുവല്ലോ. ദൈവത്തിന് സകല പുകഴ്ചയും ബഹുമാനവും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ദൈവം ധാരാളമായി കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ചെറിയ സന്ദേശത്തിലേക്ക് നിങ്ങളെ വളരെ കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ തന്നെ ഈ ചെറിയ സന്ദേശത്തിന്റെ തലക്കെട്ട് ദൈവം തുറന്ന അത്ഭുതകരമായ 5 വഴികൾ എന്നുള്ളതായ ഒരു ചെറിയ സന്ദേശമാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ള വലിയ പ്രതീക്ഷയോടെ ഞാൻ ഈ ദൈവവചന കാര്യങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാനായി ആശ്രയിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദൈവത്തെ കണ്ടുമുട്ടി ദൈവവചന പ്രകാരം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം അവൻ സകലത്തിന് മതിയായതാകും. ഞാൻ നമ്മുടെ സന്ദേശത്തിലേക്ക് വേഗത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. 5 വഴികളെ കുറിച്ചിട്ടാണല്ലോ. അത് ചുരുക്കമായിട്ട് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ചെങ്കടൽ തുറന്ന വഴിയാണ്. അതെല്ലാവർക്കും വളരെ പരിചിതമായിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തത്തിലായിരിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിക്കുന്നതായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ദൈവം അവരെ നടത്തിയത് ചെങ്കടലിന്റെ തീരത്താണ്. എന്നാൽ വിട്ടയച്ച ഫറവോനും അവരുടെ സൈന്യത്തിനും അതിലെ മാറ്റം വരുവാനിടയായി തീർന്നപ്പോൾ അവരെ വേഗത്തിൽ പിടിച്ചുകൊണ്ടുവന്ന് പിന്നെയും അവരെ അടിമകളാക്കി തീർക്കാം എന്നുള്ള വലിയ താല്പര്യത്തോടെ വലിയ സൈന്യമായി അവരെ പിന്തുടരുകയും ചെങ്കടലിൽ താവളമടിച്ചിരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലേക്ക് വലിയ ഭയാനകമായ രീതിയിൽ അവരെ തോൽപ്പിക്കണം എന്നുള്ള താല്പര്യത്തോടെ കടന്നു വരുന്നു. എന്നാൽ അപ്പുറത്ത് വേറെ വഴികളൊന്നും കാണാതെ വണ്ണം ഇസ്രായേൽ ജനം വളരെ ഭയപ്പെട്ടു. കാരണം മുൻപിൽ ചെങ്കടലാണ്, 2 വശത്തും വളരെ ചെങ്കുത്തായ മലകളാണ്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും എന്നുള്ള വലിയ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ എങ്ങനെ തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുവാനായിട്ട് കഴിയും, ഇനിയും അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാകരുത് എന്നുള്ള വലിയ കാര്യങ്ങളൊക്കെ അവരുടെ മുന്നിൽ വന്നപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തോന്നും. പ്രാർത്ഥിച്ച മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ വടി ഈ കടലിന്റെ നേരെ, ചെങ്കടലിന്റെ നേരെ നീട്ടുവാനായിട്ട് പറയുവാനായിട്ട്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ചില കാര്യങ്ങളെ നമ്മളോട് ചെയ്യുവാനോ അല്ലെങ്കിൽ പറയുവാനോ ദൈവം ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ മോശ ചെങ്കടലിന്റെ നേരെ വടി നീട്ടിയപ്പോൾ, തന്റെ കയ്യിലുള്ള കൊച്ചുവടിയല്ല, അല്ലെങ്കിൽ അങ്ങനെ വടിയുടെ പ്രത്യേകതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആ വടി നീട്ടുവാൻ പറഞ്ഞപ്പോൾ വടി നീട്ടിയപ്പോൾ ദൈവം അത്ഭുതകരമായ നിലകളിൽ ഒരു വലിയ വഴി. നമുക്കറിയാം, പുരുഷന്മാർ തന്നെ 6.25 ലക്ഷം താഴെയുണ്ട്. കുഞ്ഞുങ്ങളെയും സഹോദരിമാരെയും അതുപോലെ തന്നെ സഹോദരങ്ങൾ, അതുപോലെ വാർദ്ധക്യത്തിലുള്ളവർ, ഇങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 20 ലക്ഷത്തിന്റെ അടുത്ത് ജനങ്ങളാണ് ആ ചെങ്കടലിലൂടെ നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ വഴിയുടെ പ്രത്യേകത ഉണങ്ങിയ നിലം എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ അവർ അത്ഭുതകരമായി ചെങ്കടൽ പിളർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വഴി അവർക്ക് ജീവരക്ഷയ്ക്കായിട്ട് ദൈവം തുറക്കുവാനായിട്ടിടയായി. അവർ മരുഭൂമിയിൽ അപ്പുറത്തേക്ക് എത്തുവാനായിട്ടിടയായി. എന്നാൽ പലരും പറയും, ഇത് ഉയർന്ന പ്രദേശമാണ്, അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിനെ കടക്കാനായിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയും. എന്നെ അതിശയിപ്പിച്ചതായ കാര്യം, അങ്ങനെയുള്ള ഒരു പ്രതലത്തിലൂടെ ഇവരെ ഇല്ലാതാക്കുവാനായി ഫറവോനും അവരുടെ സൈന്യവും വളരെ ശക്തിയോടെ ആ ചെങ്കടലിൽ കൂടെ തന്നെ അവർ ആ വഴിയിലൂടെ കടക്കുവാനായിട്ടിടയായി. എന്നാൽ ചെങ്കടലിൽ നടുവിൽ വെച്ച് നമുക്കറിയാവുന്നതുപോലെ കടല് ചേരുവാനായിട്ടിടയായി. ഫറവോനും അവന്റെ സൈന്യവും അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച സകല ശക്തിയും സന്നാഹങ്ങളും ആ കടലിന്റെ അടിയിൽ കല്ലുപോലെ താണു പോകുവാനിടയായി. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ച സ്ഥാനത്ത് പ്രാർത്ഥിക്കുന്ന ദൈവവേദന നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്നെ ഇല്ലാതാക്കുവാൻ, തകർക്കുവാൻ, മുടിച്ചു കളയുവാൻ ആഗ്രഹിച്ച ഏതൊക്കെ ശക്തികളാണോ ആ ശക്തികൾ നിനക്ക് വേണ്ടി വഴി തുറന്ന ആ ചെങ്കടലിൽ തന്നെ അവർ മുങ്ങി താണു പോകുവാനിടയായി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത്, അവർ മരുഭൂമിയിൽ എത്തുവാനിടയായി. ഞാൻ പറഞ്ഞു, അവിടെ 20 ലക്ഷത്തിന്റെ അടുത്ത് ആളുകളാണ്. മരുഭൂമിയിൽ കോൾപ്പാടങ്ങൾ ഉണ്ടാകത്തില്ല. ആവശ്യമായിരിക്കുന്ന വെള്ളം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ അവിടെ കൃഷിയൊക്കെ ഉണ്ടാകാമായിരുന്നു, ജനവാസം ഉണ്ടാകാമായിരുന്നു. എന്നാൽ മരുഭൂമിയുടെ ആ ഭീകരതയ്ക്ക് കാരണം അവിടെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ അത് പതുക്കെ അത് മരുഭൂമിയുടെ വലിയ കാഠിന്യമേറിയ അനുഭവത്തിലാകുവാനായി. അവിടെ പ്രശ്നം എന്ന് പറയുന്നത് 2-3 മാസം ദിവസങ്ങൾ ആ മരുഭൂമിയിൽ നമുക്ക് നിൽക്കാൻ കഴിയുകയില്ല. കാരണം മനുഷ്യന് ആവശ്യമായിരിക്കുന്ന വെള്ളമില്ല, അപ്പോൾ തന്നെ ഒരു തണലിന്റെ അന്തരീക്ഷമില്ല, ഭക്ഷണത്തിന്റെ സൗകര്യങ്ങളില്ല. അവിടെ വഴിതെറ്റിയാൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. മരുപ്പച്ചകൾ കാണുവാനായിട്ടിടയാകും. മരുപ്പച്ചകൾ നമുക്കറിയാം, മരുപ്പച്ചകളൊക്കെ അകന്നകന്ന് പോകുവാനായിട്ടിടയായി തീരും. യാഥാർത്ഥ്യമല്ലാത്ത ഒരു മരുപ്പച്ച അവരുടെ മുമ്പിലൊക്കെ തെളിയുവാനായിട്ടിടയാകും. എന്നാൽ ആ വഴി വീണ്ടും മരുഭൂമിയുടെ വലിയ കാഠിന്യത്തിലേക്ക് പോകാനൊക്കെ കാരണമായി തീരും. അപ്പോൾ ഇവിടെയാണ് ഇസ്രായേൽ ജനത്തെ ദൈവം കൊണ്ടുചെന്നാക്കിയത്. വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ഒരു സ്ഥലം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്, അവര് ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഉണ്ടാകാമെന്ന് വിചാരിക്കാം. ധൃതിയിൽ പോരുമ്പോൾ കയ്യിൽ കിട്ടിയത് എടുത്ത് വരിക എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 3 ദിവസം കഴിയട്ടെ, അതിന്റെ അപ്പുറത്തെ ദിവസങ്ങൾ കിടക്കണമെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ജനത്തിന് ഭക്ഷണം ആവശ്യമാണ്, വെള്ളം ആവശ്യമാണ്. അവിടെ അവർക്ക് പകലിൽ വളരെ ചൂടും
അതുപോലെ തന്നെ രാത്രിയിൽ വളരെയധികം തണുപ്പുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയും. അതുകൊണ്ടാണ് ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ വഴി നടത്തുവാനായിട്ട് ഇടയായി. ഇങ്ങനെയുള്ള പ്രദേശത്ത് 40 വർഷമാണ് തന്റെ ജനത്തെ ആ മരുഭൂമിയിൽ നടത്തുവാനായിട്ട് ഇടയായി. അത് 2-3 ദിവസമല്ല, 40 ദിവസമല്ല, 40 വർഷം. 2-3 പേർക്കല്ല, 40 പേർക്കല്ല, 40,000 പേർക്കല്ല, 20 ലക്ഷത്തിന് അടുത്ത് വരുന്ന ജനത്തിനാണ് ഭക്ഷണം ഒരുക്കുവാനിടയാകേണ്ടത്. ഒരു സൗകര്യമില്ലാത്ത മരുഭൂമിയിൽ ആ ദൈവം തന്റെ ജനത്തെ കൊണ്ടുവരുവാനിടയായി തീർന്നപ്പോൾ ദൈവം അവരെ അത്ഭുതകരമായി അവിടെ പരിപാലിച്ചു. വെള്ളത്തിന് വേണ്ടി അവൻ പാറയെ പിളർന്ന് പാറയിൽ നിന്ന് വെള്ളത്തെ ചാടി പുറപ്പെടുവിക്കുവാനിടയായി. ഭക്ഷണം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നതുപോലെ സ്വർഗീയന്മാർ കഴിക്കുന്ന ഭക്ഷണം മന്ന എന്ന് പറയും. ആ മന്ന കൊടുത്ത് അവരെ പരിപാലിപ്പാനിടയായി. അതിനേക്കാൾ രസം അടുത്ത ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഒരുമിച്ച് ശേഖരിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം ഇത് കൃമിക്കിരയായി പുഴുക്കളരിക്കുവാനിടയായി. എന്നാൽ അത്ഭുതകരമായി പറയട്ടെ, ഇതുപോലെ തന്നെ വെള്ളിയാഴ്ച, അവരുടെ ശബത്ത് ശനിയാഴ്ചയാണ്, വെള്ളിയാഴ്ച ശബത്തിലേക്ക് പിറ്റേ ദിവസത്തേക്കുള്ളത് ശേഖരിച്ചു കഴിഞ്ഞാൽ ആ പിറ്റേ ദിവസം ശനിയാഴ്ച, ആ ശനിയാഴ്ചയിലേക്ക് ശേഖരിച്ചത് കൃമിക്കിരയാകുന്നില്ല, അത് ഭക്ഷണത്തിന് ഉപകാരമായി തീരുവാനിടയാണ്. ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് നമുക്ക് അവിടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി സ്വർഗീയമായിരിക്കുന്ന ഭക്ഷണം, സ്വർഗത്തിലെ ഭക്ഷണം എന്ന് പറയാം, അത് തന്റെ ജനത്തിന് കൊടുക്കുവാനിടയായി. അതിന്റെ രുചിയെക്കുറിച്ച് പറയാം, അതിന്റെ കനത്തെക്കുറിച്ച് പറയാം. ഇങ്ങനെയൊക്കെ ആ മന്നയാണ് ദൈവം പറഞ്ഞത് ഒരിടം കഴി എടുത്ത് ഒരു സ്വർണ്ണപാത്രത്തിലിട്ട് എന്ത് ചെയ്യണം, കൃപാസനത്തിന്റെ ഉള്ളിൽ വെക്കുവാനായിട്ട് ഇടയായി. യഹൂദന് കൊടുത്ത കൽപ്പനയാണ്. അത് വസ്തുമാറ്റം സംഭവിക്കാനല്ല, അത് തലമുറകൾ ആമയെ ചോദിക്കും, തലമുറകളോട് സാക്ഷ്യം പറയുവാനായിട്ട് ഇടയാകും. ഞങ്ങളെ മരുഭൂമി എന്ന് പറയുമ്പോൾ അതിന്റെ ആ മരുഭൂമിയുടെ അവസ്ഥ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരുമാനം. ആ മരുഭൂമിയിൽ 40 വർഷം ഞങ്ങളെ പരിപാലിച്ചതാണ് നമ്മുടെ ദൈവമെന്ന് സാക്ഷ്യം പറയേണ്ടതിന് വേണ്ടിയാണ്. ഇന്ന് പലരും ആ അപ്പങ്ങൾ ഒരപ്പത്തിൽ നിന്ന് അംശികളാകേണ്ടതിന് പകരം പല അപ്പങ്ങൾ മന്നയെ പോലെ ആ യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൃപാസനത്തിന്റെ സാക്ഷ്യപ്പെട്ടകത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് പോലെ ഇന്ന് സ്വർണ്ണപാത്രത്തിൽ ഗോതമ്പ് കൊണ്ട് നമ്മൾ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കി എടുത്തു വെക്കുക. വസ്തുമാറ്റമല്ല സംഭവിക്കേണ്ടത്, തലമുറയോടുള്ള ഒരു സാക്ഷ്യത്തിന് വേണ്ടി യഹൂദന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിലേക്ക് ഇനിയും അങ്ങനെ അത് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോ ദൈവം അവർക്ക് വെജിറ്റേറിയൻ കൊടുത്തു. ഇസ്രായേൽ ജനത്തിന് പിന്നെ ഒരു ആഗ്രഹമുണ്ട്, എന്താണ് ഒരു നോൺ വെജിറ്റേറിയൻ, ഇറച്ചി തരുവാൻ ദൈവത്തിന് കഴിയുമോ എന്നുള്ളതാണ്. ദൈവം അങ്ങനെയും അവർക്ക് കയ്യെത്തി പിടിക്കാവുന്ന നിലയിൽ, മൂക്കമുട്ട് തിന്നത്തക്ക നിലയിൽ, തൃപ്തിയിലും അധികമായി, തൃപ്തി വരുന്നതിനേക്കാൾ അധികമായി അവർക്ക് ധാരാളമായി കാടപ്പക്ഷികളെ അയച്ചു കൊടുക്കുവാനിടയാണ്. അപ്പോ ദൈവം ആ മരുഭൂമിയിൽ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത്, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത സ്ഥാനത്ത് പാറയിൽ നിന്നും ദൈവം തന്റെ ജനത്തിന് വെള്ളം നൽകി പരിപാലിപ്പാനിടയായി. 2 ഭക്ഷണം സ്വർഗത്തിൽ നിന്ന്, താഴെ ഭൂമിയിൽ നിന്ന് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാണ്ടായപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം കിളിവാതിൽ തുറന്ന് അവർക്ക് ഭക്ഷണം നൽകുവാനായിട്ടിടയായി. ഈ ഭൂമിയിൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതല്ല, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് നിനക്ക് വേണ്ടി അത്ഭുതകരമായ വഴികൾ നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി തുറക്കുവാനായിട്ടിടയായി. 3-മത്തത് ഇറച്ചിയ കാടപ്പക്ഷികളെ ദൈവം അവർക്ക് വേണ്ടി അയക്കുവാനിടയായി. നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് ചോദിക്കുന്നുവെങ്കിൽ, നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറയുന്നുവെങ്കിൽ ദൈവം അത് നൽകി തരുവാൻ മതിയായ ദൈവമാണ്. അവരുടെ ആഗ്രഹത്തെ അവർ നൽകി. എന്നാൽ അവരുടെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവർ പിറുപിറുക്കുവാനും വലിയ ദ്രോഹം അവരുടെ ജീവിതത്തിൽ വരുവാനും ഇടയായി. ഞാൻ അവിടെ കൊണ്ട് നിർത്തട്ടെ. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വഴിയാണ് മരുഭൂമിയിൽ തന്നെ ഒരു വഴി തുറക്കുവാനിടയായി. 40 വർഷം ഒരു സ്ഥലത്ത് മാത്രമല്ല അവർ തങ്ങുവാനിടയായി, പലയിടങ്ങളിലും അവർ യാത്ര ചെയ്യുവാനിടയായി. ആ വഴിയാത്രയെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അവർ ഒരു സ്ഥലത്ത് പാളയമടിക്കുമ്പോൾ, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമയമാകുമ്പോൾ മറ്റൊരിടത്തേക്ക് പോകേണ്ടതിന് വേണ്ടി അവരെ നടത്തിയത് മേഘമായിരുന്നു. മേഘം പൊങ്ങുവാനായിട്ട് ഇടയായി തീരുമ്പോൾ അവർ തങ്ങളുടെ കൂടാരങ്ങളുടെ കയറുകളഴിച്ച്, കുറ്റികളഴിച്ച്, കൂടാരത്തിന്റെ ശീലകൾ മടക്കി അവർ മേഘത്തിനോടൊപ്പം യാത്ര ചെയ്യുവാനിടയായി. അങ്ങനെ അവർ 40 വർഷക്കാലം മരുഭൂമിയിൽ പലയിടങ്ങളിൽ യാത്ര ചെയ്തത് മേഘം അവരെ ഡയറക്റ്റ് ചെയ്യുവാനിടയായി, നയിക്കുവാനായിട്ടിടയായി. അങ്ങനെ മരുഭൂമിയിൽ 4 നിലകളിലുള്ള വഴികൾ നമുക്ക് കാണുവാനായിട്ട്. വെള്ളത്തെ നൽകിയത്, വെജിറ്റേറിയൻ നൽകിയത് ഭക്ഷണം നൽകിയത്, നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകിയത്, അതുപോലെ തന്നെ അവരുടെ യാത്രകളിൽ അവരെ വഴി നടത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഓരോ യാത്രയും അവരെ ദൈവത്താൽ നടത്തിയത് കൊണ്ട് അവരാരും ചൂടേറിയ അനുഭവത്തിലോ വലിയ തണുപ്പിന്റെ അനുഭവത്തിലോ ഭക്ഷണമില്ലാതെയോ വെള്ളമില്ലാതെയോ മരുഭൂമിയുടെ ആ വലിയ പ്രയാസത്തിന്റെ ആ കഷ്ടതയിൽ ആരും മരിച്ചു പോകാൻ ഇടയാകാതെ വണ്ണം അവരെ ദൈവം വഴി നടത്തുവാനായിട്ടിടയായി. മേഘം അവരെ വഴി നടത്തുവാനായിട്ടിടയായി. ഞാൻ ഒത്തിരി അതിൽ ഇനിയും പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാനിടയാകട്ടെ. 2-മത്തെ വഴി അവരെ, 1-മത്തേത് ചെങ്കടലിൽ കൂടി, 2-മത്തേത് മരുഭൂമിയിൽ അവരെ വഴി നടത്തി, 3-മത്തേത് മരുഭൂമിക്ക് അപ്പുറം അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ദേശത്തേക്ക് പോകേണ്ടതിന് ജോർദാനിൽ ദൈവം വഴി തുറക്കുവാനായിട്ടിടയായി. അവരെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് കനാൻ ദേശമാണ്. മരുഭൂമിയിൽ ആയിരിക്കുന്ന ജനത്തിന് വാഗ്ദത്ത ദേശമായിരിക്കും കനാനിൽ പോകുവാനായിട്ട് ദൈവം ആലോചന കൊടുക്കുവാനിടയായി. എന്നാൽ ജോർദാൻ എന്ന് പറയുന്നത് വേനലിലും അവരെ കവിഞ്ഞൊഴുകുന്ന നദിയാണ്. ബൈബിൾ പണ്ഡിതന്മാര് അങ്ങനെയാണ് പറയുന്നത്. വേനലിലും മഞ്ഞ് ഉരുകി വെള്ളം കവിഞ്ഞൊഴുകുവാനായിട്ട് ഇടയായി തീരുന്ന ജോർദാൻ നദിയെ നമുക്ക് കാണുവാനായിട്ട്, ആ വഴിയിലൂടെ വലിയ മലവെള്ള പാച്ചിൽ പോലെ പോകുന്ന ആ വഴിയിലൂടെ അങ്ങോട്ട് ഈ ജനത്തിന് മുഴുവൻ കടക്കുവാനായിട്ട് കഴിയണം.
ദൈവം കൊടുത്ത ആലോചനയാണ് ദൈവത്തിന്റെ പെട്ടകം, സാക്ഷ്യപ്പെട്ടകം, നിയമപ്പെട്ടകം, കൃപാസനം. അത് വഹിച്ചുകൊണ്ട് പെട്ടകം എന്ത് ചെയ്യണം? പുരോഹിതന്മാർ ചുമലിൽ ആ പെട്ടകം ചുമന്ന് ജോർദാനിൽ കാലുകൾ വയ്ക്കുമ്പോൾ ജോർദാന്റെ ഒഴുക്ക് നിലയ്ക്കും, വെള്ളം ചിറ പോലെ കെട്ടും, അവിടെ ഉണങ്ങിയ നിലത്തുകൂടെ നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കുവാനായിട്ട് കഴിയും. അങ്ങനെ ദൈവ സാന്നിധ്യം ചുമന്ന, ദൈവത്തിന്റെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലുകൾ ജോർദാൻ നദിയിൽ കാല് കുത്തിയപ്പോൾ തന്നെ ജോർദാന്റെ ഒഴുക്ക് നിലച്ചു. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൂടെ ഇസ്രായേൽ ജനം അപ്പുറത്ത് കടക്കുവാനായിട്ടിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് പോകേണ്ടതിന് ഒരു വഴി തുറക്കുവാനിടയായി. വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിന് ദൈവ സാന്നിധ്യം ചുമക്കുന്ന പുരോഹിതന്മാരെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. വാഗ്ദത്തത്തിന് വേണ്ടി ദൈവ സാന്നിധ്യം നാം ചുമക്കുവാനായിട്ടിടയാകും. ദൈവ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ട്. അവരെക്കാളും അനുഗ്രഹിക്കപ്പെട്ട ഒരു സാന്നിധ്യമാണ് നമ്മുടെ അകത്തുള്ളത്. സാക്ഷാൽ ആളത്വമായി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനത്തിന് വേണ്ടിയും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതിന് വേണ്ടിയും വായു കൊണ്ട് ഏറ്റുപറഞ്ഞവരുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുവാനിടയായി. ആ ദൈവ സാന്നിധ്യം ചുമക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാൻ കഴിയേണ്ടതിന്, അത് ശക്തിയായി നമുക്ക് നിലനിൽക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും പാട്ടും ആരാധനയും സ്തുതിയും നന്ദിയും ഒക്കെ അർപ്പിച്ച് ദൈവ സാന്നിധ്യം ചുമക്കുന്നവരായി തീർന്നാൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാനായിട്ടുള്ള വഴികൾ തുറന്നു വരുവാനായിട്ടിടയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വാഗ്ദത്തങ്ങൾ ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എല്ലാം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാ. ആരാണ് ദൈവമക്കൾ? പാപമോചനത്തിന് വേണ്ടി പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുകയും യേശുവിന്റെ രക്തത്താൽ അങ്ങനെ വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധരായി തീർന്നവരുടെ ജീവിതത്തിൽ യേശുവിന്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാനും ഇടയായിത്തീരും. ദൈവം യേശു ആരിലാണോ ദൈവം വസിക്കുന്നത്, ആത്മാവായി വസിക്കുന്നത്, ആ ദൈവത്തിന്റെ ആത്മാ മുഖാന്തരം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. മക്കൾക്കുള്ളതാണ് വാഗ്ദത്തങ്ങൾ. അതിനെ മക്കൾ അവകാശികളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പ്രവേശിക്കും. വാഗ്ദത്തങ്ങൾ, രോഗസൗഖ്യങ്ങൾ, തലമുറയോടുള്ള ബന്ധത്തിൽ, ഭാവി, അങ്ങനെ ഏത് പ്രതിസന്ധികളിലും വാഗ്ദത്തം തന്റെ മക്കൾക്ക് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്കുള്ളതാണ്. അതിന്റെ അവകാശികൾ നമ്മളാണ്. ആ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവസാന്നിധ്യത്തെ ചുമക്കുവാനായിട്ടിടയാകണം. ദൈവസാന്നിധ്യം ഒരു ശക്തിയായി നാം നിലനിൽക്കുവാനിടയാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വചനവായനയും പ്രാർത്ഥനയും നന്ദിയും സ്തുതിയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കും. അത് നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുവാനായിട്ടിടയാകും. അപ്പൊ ഒന്ന് ചെങ്കടലിൽ, 2 മരുഭൂമിയിൽ, 3 വാഗ്ദത്തം പ്രാപിക്കാൻ ജോർദാൻ നദിയിൽ ഒരു വഴി തുറക്കുവാനിടയായി. ജോർദാൻ നദിയിൽ പിന്നീടും വേറെയും ഒരു അവസരത്തിൽ ജോർദാൻ നദി വിഭാഗിച്ചിട്ടുണ്ട്. അത് എലീശ പ്രവാചകനാണ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ ജോർദാൻ നദി പുതപ്പ് കൊണ്ട് അടിച്ച് അത് 2ആയി മാറി. അതിലൂടെ എലീശ പ്രവാചകൻ കടന്നുപോയതായ കാര്യം നമുക്ക് തിരുവഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള ജീവനുള്ള ഒരു പുതുവഴി. നമുക്ക് അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദേവാലയത്തിൽ, യഹൂദന്മാരുടെ ദേവാലയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രാകാരം, അവിടെയാണ് ജനം. വിശുദ്ധ സ്ഥലം, അവിടെയാണ് യാഗപീഠം, അവിടെയാണ് പുരോഹിതന്മാരും അതിന്റെ ഉപകരണങ്ങളും. പിന്നീട് കട്ടിയായ ഒരു തിരശീല കൊണ്ട് മറച്ച് അതിന്റെ അകത്ത് അതിവിശുദ്ധ സ്ഥലം, അവിടെയാണ് സാക്ഷ്യപ്പെട്ടകം, നിയമപ്പെട്ടകം ഇരിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വസിക്കുവാനായിട്ടിടയാണ്. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം അത് ജീവനുള്ള ഒരു പുതുവഴി. ആ ദേവാലയത്തിനകത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കുഞ്ഞാടിന്റെ രക്തം കയ്യിലെടുത്ത് അതിൽ പ്രവേശിക്കാനിടയായി. എന്തെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ, ആചാരാനുഷ്ഠാനം വല്ല കുറവുകളുണ്ടെങ്കിൽ മരിച്ചു വീഴുമ്പോൾ വലിച്ചെടുക്കുന്നതിന് തന്റെ അരയിൽ ഒരു കയറ് കെട്ടുവാനായിട്ടില്ല, പുറത്തുനിന്ന് വലിച്ചെടുക്കുവാനായിട്ടിടയാകത്തക്ക നില. എന്തുകൊണ്ടാണ് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അങ്ങനെ അപ്രകാരം പ്രവേശിക്കാൻ കഴിയുള്ളൂ? കുറവുകൾ ഏതെങ്കിലും നിലകളിലുണ്ടെങ്കിൽ അവിടെ മരിച്ചു വീഴുവാനിടയാകും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത് നമുക്ക് അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് കടക്കാനുള്ള ധൈര്യവും പ്രവേശനവും നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ ഈ അതിവിശുദ്ധ സ്ഥലം, ജെറുസലേം ദേവാലയത്തിലെ അതിവിശുദ്ധ സ്ഥലം, അത് കാണിക്കുന്നത് സ്വർഗാദി സ്വർഗത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, 2-3 പേരെ കൂടി വരുമ്പോൾ അവരുടെ നടുവിൽ വസിക്കുന്ന ദൈവം, അപ്പോൾ തന്നെ സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം, അവിടത്തേക്കാണ് നമുക്ക് പ്രവേശനം ഒരുക്കുവാനിടയായിത്തീർന്നത്. ഈ ഭൂമിയിലെ യെരുശലേമിലല്ല, സ്വർഗാദി സ്വർഗത്തിലെ ദൈവം വസിക്കുന്ന ഇടത്തേക്കാണ് നമുക്ക് പ്രവേശനം ഒരുക്കിയത്. ഈ ഭൂമിയിലെ യെരുശലേമിലെ ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതന് മാത്രം അവകാശമായിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗാദി സ്വർഗത്തിലെ ദൈവത്തിന്റെ വാസസ്ഥലത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് ധൈര്യവും പ്രവേശനവും ഒരുക്കുവാനായിട്ടിടയായി. അതിനെ പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് അതിനെ വേർതിരിക്കുന്നത് കട്ടിയായ ഒരു തിരശീലയാണ്. വളരെ കനമുള്ള ഒരു തിരശീലയാണ് അതിനെ വേർതിരിക്കുന്നത്. അതിലേക്ക് കടക്കുവാനോ കാണുവാനോ കഴിയുകയില്ല. അപ്പൊ അപ്രകാരമുള്ള തിരശീലയ്ക്ക് ആ തിരശീല അങ്ങനെ മറയായിട്ട് നിൽക്കുമ്പോൾ ആർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല, അവിടേക്ക് കടക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ മരണസമയത്ത് ദേവാലയത്തിലെ ജെറുസലേം ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറുവാനായിട്ടിടയായി. അവിടെ ദൈവവചനം വ്യാഖ്യാനിക്കുന്ന പ്രിയപ്പെട്ടവർ പറയുന്നത് എങ്ങനെയാണ്? ആ യേശുവിലൂടെ തന്റെ ദേഹം എന്ന തിരശീല കീറിക്കൊണ്ട് ചീന്തിക്കൊണ്ട് ഒരു ജീവനുള്ള പുതുവഴി നമുക്ക് ലഭിക്കാനിടയായി തീർന്നു.
ഭൂമിയിലെ ആ അതിവിശുദ്ധ സ്ഥലത്തേക്കല്ല, സ്വർഗാദി സ്വർഗങ്ങളിൽ ഉള്ള ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക്, ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള പ്രവേശനം യേശു വിശ്വസിക്കുന്നവർക്ക് സാധ്യമായി എന്നാണ് പറയുന്നത്. തന്റെ മരണസമയത്ത് ആലയത്തിലെ കട്ടിയായ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറുവാനിടയായി തീർന്നു. അത് കാണിക്കുന്നത് യേശുവിലൂടെ യേശു വിശ്വസിക്കുന്നവർക്ക് ആ അതിവിശുദ്ധമായ സ്ഥലം ദൈവ സാന്നിധ്യത്തിന്റെ അടുക്കിലേക്ക് ആണ്ടിലൊരിക്കലല്ല, ഏത് സമയത്തും വരാം, ധൈര്യത്തോടെ പ്രവേശിക്കാം. കാരണം കയ്യിൽ ഉള്ള ഇവിടെ കുഞ്ഞാടിന്റെ രക്തമല്ല നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ ഉള്ളിൽ ദൈവ കുഞ്ഞാടായ യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ട് അമേ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നമുക്ക് ആ ഇടത്തേക്ക് ധൈര്യമുള്ളത്. പ്രവേശനം സാധ്യമാക്കി തീർത്തത് യേശുവിന്റെ കുരിശിലെ മരണത്തിലൂടെ ആ ഒരു പുതുവഴി നമുക്ക് തുറക്കുവാനായിട്ട് ഇടയായി. ആ വഴിയെ കുറിച്ച് പറയുന്നത് ജീവനുള്ള പുതുവഴിയാണ്. എങ്ങനെയാണ് അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് ധൈര്യവും പ്രവേശനമൊക്കെ ഒരുക്കിയത്? ആ അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം ദൈവഭവനത്തിലെ അംഗങ്ങളായി തീരുവാനായിട്ടിടയായി. ദൈവഭവനത്തിലെ അംഗങ്ങളായി തീർന്നാൽ ഏത് സമയത്തും ചെല്ലാം, ഏത് ഇടത്തേക്ക് ചെല്ലാം. ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ മടിയിൽ, അവിടെ അടുക്കലേക്ക് ദൂരസ്ഥരായിരുന്നു നമ്മെ സമീപസ്ഥരായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മൾ അന്യരും പരദേശികളുമായിരുന്നു, ദൂരസ്ഥരായിരുന്നു. എന്നാൽ യേശുവിലൂടെ യേശു വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം ലഭിച്ചതുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവുള്ളവരെല്ലാം ദൈവ മക്കളായതുകൊണ്ട്, നമ്മൾ മക്കളായതുകൊണ്ട് ഏത് സമയത്തും ധൈര്യത്തോടെ എവിടെയും കയറി ചെല്ലാവുന്ന രീതിയിൽ ദൈവഭവനത്തിലെ അംഗങ്ങളായി തീർന്നതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് കഴിയും. മക്കളായി തീർന്നതുകൊണ്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ അധികം അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ യേശുവിന്റെ കുരിശിലെ മരണത്തിലൂടെ തന്റെ ദേഹമെന്ന തിരശ്ശീല കീറിക്കൊണ്ട് നമുക്കൊരു ജീവനുള്ള ഒരു പുതുവഴി ആകാശത്തിലൂടെ നമുക്ക് ലഭിച്ചു. സ്വർഗാദി സ്വർഗങ്ങളിൽ നമുക്ക് വസിക്കുവാനായിട്ട് ഇടയായി. ഇനി അവസാനത്തെ വഴി എന്ന് പറയുന്നത് ദൈവസഭ കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ ആകാശമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ ഈ ശരീരം വീണ്ടെടുക്കുവാനിടയാകും. സ്വർഗീയ ശരീരം നാം പ്രാപിക്കും. അങ്ങനെ കർത്താവിനോട് കൂടെ വാഴുവാനായിട്ട് ഇടയാകുമ്പോൾ ഭൂമിയിൽ വലിയ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനിടയാകും. അതിനെ പറയുന്ന ബൈബിൾ ഭാഷയാണ് മഹാ ഉപദ്രവം. എതിർ ക്രിസ്തു യഹൂദ ജനത്തിന് നേരെ വലിയ രീതിയിൽ ചുറ്റും ഉള്ള ജാതികളെ കൂട്ടി ആക്രമിക്കുവാനും അവരെ തകർക്കുവാൻ, തോൽപ്പിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അവർ യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാനിടയായി തീരും. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത വചനപ്രകാരം അവരുടെ മേലെ യേശുവിനെ സ്വീകരിക്കാൻ, വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു വെളിപ്പാട് അവർ പ്രാപിക്കുവാനായിട്ടിടയാകും. അങ്ങനെ യേശുവിനെ, അവർ ക്രൂശിൽ തറച്ചു കൊന്ന യേശുവിനെ വിളിച്ചപേക്ഷിക്കുവാനിടയായി തീരും. അവിടെ അത്ഭുതകരമായ നിലയിൽ എതിർക്രിസ്തുവിന്റെ സൈന്യത്തിൽ നിന്നും ദൈവം ഒരു വലിയ രീതിയിൽ ചെങ്കടൽ പിളർന്നതുപോലെ ഭൂമിയെ പിളർത്തുന്ന നിലയിൽ ഒലിവുമല രണ്ടായി പിളരും. സക്കറിയ പ്രവാചക പുസ്തകം 14-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗം 4-ാമത്തെ വാക്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു അത് കാണുവാനായിട്ട് കഴിയും. 14-ാം അധ്യായം ഒലിവുമല രണ്ടായി പിളരും, ഒരു സമതല, ഒരു താഴ്വര ഉണ്ടായി വരും. അതിലൂടെ ജനം, ഇസ്രായേൽ ജനത്തിന് ഒരു സുരക്ഷിതമായി വേഗത്തിൽ അയൽ രാജ്യങ്ങളിലേക്ക് അഭയം പ്രാപിക്കുവാൻ, പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അഭയം പ്രാപിക്കുവാനായിട്ട് രക്ഷാസങ്കേതമായി തീരുന്ന ഒരു നിലയിൽ ഒരു വഴി തുറക്കുവാനിടയാണ്. എതിർ ക്രിസ്തുവിന്റെ ആ വലിയ ആക്രമണത്തിൽ നിന്ന് ദൈവം അവർക്ക് അത്ഭുത വഴി, മലയെ പിളർന്ന് ചെങ്കടൽ പിളർന്നതുപോലെ ഒലിവുമല രണ്ടായി പിളരുവാനായിട്ടിടയാണ്. അതിലൂടെ വഴി തുറക്കുന്ന ഒരു പ്രവൃത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവം വഴികൾ തുറക്കുന്നവനാണ്. നമ്മുടെ ദൈവം വഴി നടത്തുന്നവനാണ്. ഞാനാണ് വഴി എന്ന് പറഞ്ഞ ദൈവമുണ്ട്. അവന് വിശ്വസിക്കുന്നവർക്ക് അത്ഭുതകരമായ വഴികൾ അവൻ തുറക്കുവാനായിട്ട് ഇടയാകും. അത് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് പാപമോചനം പ്രാപിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തിന്റെ വചനം കൽപ്പനയായിരിക്കുന്ന സ്നാനമേറ്റ് കൂട്ടായ്മയെ ആചരിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ.